ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റ് എഫക്റ്റ് നോക്കാമേ. ടെക്സ്റ്റ് എഫക്റ്റും പിന്നെ ഒരു ടെക്സ്ചർ മാപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. സാധാരണ ഹൈറ്റും വിഡ്ത്തും 1920x1080 ഓക്കെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. തൽക്കാലം VFX എന്ന് ടൈപ്പ് ചെയ്തേ. എന്നിട്ട് Ctrl+Shift+Home എസ് അടിക്കുക, സ്വല്പം ഒന്ന് വലുതാക്കുക. ഓക്കെ, ഞാൻ ക്വാളിറ്റി കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്വാളിറ്റി ഞാൻ ക്വാർട്ടറിലായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടോ ആക്കാം. ഓട്ടോ ആക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫോണ്ട് ഏതെങ്കിലും ഒരു Alt+Home അടിച്ചു. അതിനുശേഷം നമുക്ക് ഇതിനെ ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റ് ഷേപ്പ് ഫ്രം ടെക്സ്റ്റ് ഞാൻ അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്തോ പറ്റി, ഇതൊരു ഷേപ്പ് ലെയറായി. താഴെയുള്ളതിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, അതിന് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഷേപ്പ് ലെയറാണ്. കണ്ടോ, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഷേപ്പ് ലെയറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഫില്ലാണുള്ളത്. സ്ട്രോക്ക് ഉണ്ടോ? സ്ട്രോക്ക് ഇല്ല. മുകളിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ഫില്ല് മാത്രമേ ഉള്ളൂ, സ്ട്രോക്ക് ഇല്ല. ഓക്കെ, അപ്പം നമുക്കിതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ പാത്തസ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ പാത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പാത്തുണ്ട്. എത്ര പാത്തുണ്ട് ഇതിൻ്റെ അകത്ത്? പാത്ത് സെർച്ച് ചെയ്യുന്നു ഇങ്ങനെ. ഇതിപ്പോൾ പാത്തല്ലേ, ഇതിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാത്താണ് സംഭവം. അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പാത്ത് എടുക്കുന്നതിന് പകരം ഇങ്ങനെ പാത്ത് ഇതിൻ്റെ അകത്ത് കണ്ടൻസിൻ്റെ അകത്ത് കയറി കണ്ട ഈ ഒരു പാത്ത്, ഈ പാത്ത് ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുന്നതിനെക്കാട്ടിയും ഉണ്ട് ഫില്ല്, സ്ട്രോക്ക്, പിന്നെ അതിൻ്റെ അകത്ത് കയറി പാത്ത് എടുക്കണം. അത്രയും മെനക്കെടേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ സെർച്ച് ഉണ്ടല്ലോ നമുക്കിവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പാത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ പാത്ത് മാത്രം. അപ്പോൾ എന്താ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സംഭവം എന്ത് എൻ്റർ ചെയ്തിട്ടും ഇപ്പോൾ സ്കെയിലിൽ നിന്ന് ടൈപ്പ് ചെയ്ത് സ്കെയിൽ മാത്രം വരും, പൊസിഷനാണെങ്കിൽ പൊസിഷൻ മാത്രം വരും. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ ഒരു ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സെക്കൻഡ് മൂവ് ചെയ്തിട്ട് ഈ പാത്ത് 3 പാത്തല്ലേ ഉള്ളൂ, 1, 2 and 3. ഓക്കെ, 3 പാത്തിൽ ഒരു കീ ഫ്രെയിം ഇട്ടു. അതിനുശേഷം ഞാനിതിനെ 3നെയും സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ച്, അല്ല ഇങ്ങനെ ഇരുന്നോട്ടെ, ഇവിടെ വയ്ക്കാം. ഇതിന് സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് മൂവ് ടൂൾ വെച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ G and V എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂള്, നമ്മുടെ ഈ ടൂള്, ഇതിൻ്റെ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. കണ്ടോ, ജിയും വിയും ജിയും വി അടിച്ചു കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആവും. ഓക്കെ, സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ടൂളാണ് ജി. കണ്ടോ, ജി അടിച്ച സ്മൂത്താണ്. ഇതിൻ്റെ അകത്ത് സ്മൂത്ത് ടൂളാണ്, സ്മൂത്ത്. ഇതിലത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എഡ്ജസ്, കോർണേഴ്സ് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. പക്ഷെ അത് ഒരുമിച്ച് പോവും. ജിയിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടും. സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ജി അടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പുറത്ത് ക്ലിക്ക് ചെയ്യാതെ, പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റിലും കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇല്ല, ഒന്നും കൂടെ നമുക്ക് ജി അടിക്കാം. വീണ്ടും ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. 1, 2, 3, 4. സൂം ചെയ്യാം. 5, 6, 7, നോക്കാം, 8, 9, 10. ഓക്കെ, ഇതും കൂടെ സെലക്ട് ചെയ്യുക, ഇതും കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, മതി. ഓക്കെ, ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്യണേ. ഇതിപ്പോൾ ഫിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സ്വല്പം ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചും കൂടെ സ്പീഡ് ആയിക്കോട്ടെ. ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ മൂവ് ആവുന്നുണ്ടല്ലോ. വീണ്ടും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് നെക്സ്റ്റ് കീ ഇടുകയാണേ. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി അത്. ആ സമയത്ത് തന്നെ നമുക്ക് ഈ കീ തന്നെ ഇത് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴേക്ക് പോവാം. അല്ല, മറിച്ച് നിങ്ങൾക്ക് അടുത്ത കീ ഫ്രെയിമിൽ താഴെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8.
മൂവ് ചെയ്യുക, താഴെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കണ്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വന്നു, വീണ്ടും റിപ്പീറ്റ് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് റിപ്പീറ്റ് പോവുക. ഇതിനെ കോപ്പി ചെയ്യുക, കൺട്രോൾ സി, ദെൻ ഇവിടെ കൊണ്ടുവയ്ക്കുക, കൺട്രോൾ വി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്നു. ഓക്കെ, അത് നമ്മുടെ അനിമേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്വല്പം കൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിനെ ഫുൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ കീ ഫ്രെയിം അസിസ്റ്റൻ്റാണ് എടുക്കുന്നത് അല്ലേ. ഈ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി എടുക്കാം. ഓക്കെ, വെലോസിറ്റി, ഇൻകമ്മിങ് വെലോസിറ്റി നമുക്കൊരു 75 കൊടുക്കാം. അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കൊരു 75 കൊടുക്കാം. ഓക്കെ, ഓക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്കതിൻ്റെ അനിമേഷൻ കുറച്ചും കൂടെ ഒരു മെക്കാനിക്കലാവും. മനസ്സിലായോ? ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചും കൂടെ ഒന്ന് മെക്കാനിക്കലാവും. ഇതാ പിടികിട്ടിയ സമയം പിടികിട്ടിയ. ഓക്കെ, ഇങ്ങനെ ഇതിപ്പം ഇവിടെ നിന്ന് ഈ ഒരു ടോപ്പിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ട്വീക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, മൂവ്മെൻറ്റ്സ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം ഏതാണ്, ഇൻ്റർപോളേഷൻ, കീ ഫ്രെയിം വെലോസിറ്റി. ഓക്കെ, സെലക്ട് ചെയ്യുക 75 എന്നുള്ള ഞാനൊരു 100 കൊടുത്താലോ, 100 കൊടുത്താൽ ആ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. കുറച്ചും കൂടെ ഒരു സ്പീഡ് മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഫുൾ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ കോപ്പി ചെയ്യാം. 3 4 5 6 7 8. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ താഴെ കൊണ്ടുവന്നേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു എക്സ്ട്രാ കീ വന്നിട്ടുണ്ട്, ഇത് കുഴപ്പമില്ല, നമുക്കതിനങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ മൂവ്മെൻറ്റ് ഞാൻ മൊത്തത്തിലങ്ങ് മാറ്റി, ഒന്ന് താഴെ വന്നു, അതിനുശേഷം ഡയറക്റ്റായിട്ട് അങ്ങ് മുകളിൽ പോയി, ഇങ്ങനെ ആക്കി. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കൊടുത്തേ. ഇനി നോക്കിയേ, ഇങ്ങനെയായി. ഓക്കെ, ജസ്റ്റ് ആ മൂവ്മെൻ്റ് ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻ്റർപോളേഷൻ വേണമെങ്കിൽ വാല്യൂ സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ കീ ഫ്രെയിം വെലോസിറ്റി എടുത്തിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. 75 ഇൻഫ്ലുവൻസും 75 കണ്ടിന്യൂസ് മീൻസ് ലോക്ക് ഔട്ട് ഗോയിങ് ആൻഡ് ഇൻകോമിങ് ലോക്ക് ചെയ്തെടുത്ത. ഓക്കെ, അതിൽ കറക്റ്റായിട്ട് ഇരുന്നോളും. വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം, ഇടയ്ക്കുള്ളത് മാത്രം കോപ്പി ചെയ്യാം. ഇതിപ്പം സ്ട്രെച്ച്, സ്ക്വാഷ്, അപ്പം നമുക്ക് ഈ സ്ട്രെച്ചിനെ വീണ്ടും ഇവിടെ നിന്ന് എടുക്കാം. കൺട്രോൾ സി, കൺട്രോൾ വി. ഓക്കെ, വീണ്ടും ഇതിന് കൺട്രോൾ സി, കൺട്രോൾ വി. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചു. വീണ്ടും കൺട്രോൾ സി, ദെൻ ഹിയർ കൺട്രോൾ വി, കൺട്രോൾ സി, കൺട്രോൾ വി. ഓക്കെ, മതി. ഓക്കെ, ഇതിപ്പം ഇങ്ങനെയുള്ള ആനിമേഷനാണ്. നിങ്ങൾക്ക് റാൻഡം മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ ഡൗൺ അപ്പ് ഒരേപോലെ ആയിപ്പോയില്ലേ, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വേറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ കിടന്നോട്ടെ, അപ്പ് ഡൗൺ തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു കോപ്പി എടുക്കാം. കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി. ഓക്കെ, അപ്പം നമുക്ക് താഴത്തേനെ ഫില്ലെന്ന് പറയാം, ടോപ്പിലത്തേനെ നമുക്ക് സ്ട്രോക്ക് എന്ന് പറയാം. ഫൈൻ. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് എന്ത് പറ്റും, ഇപ്പം ഒരു ഫില്ലേ ഉള്ളൂ. ആ ഫില്ലിനെ ഞാൻ എടുത്ത് കളയാണ്. ആ ഫില്ലിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നോ ഫിൽ കണ്ടല്ലോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു സ്ട്രോക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും ഇത്രയും വേണ്ട, 1 ഓർ എൽസ് 0.5. ഇത് ഇനഫാണ്. ഓക്കെ, ഇനി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആക്ച്വലി ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. ഓക്കെ, ഇനി ഈ സ്ട്രോക്കിൽ നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. എക്കോ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യാം. ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഈ സ്ട്രോക്കിൽ ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊന്നും വരുന്നില്ല അല്ലേ, ഒരു ചെറിയൊരു ഒരെണ്ണം ഉണ്ട്. അപ്പം ഞാൻ നമ്പർ ഓഫ് എക്കോസ് ഞാനൊരു 6 വല്ലതും കൊടുക്കാം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഫീൽ വരും, ആ ഒരു എക്കോയുടെ ഫീൽ വരും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് രീതിയിലുള്ള ഇതാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. എക്കോ ടൈം സെക്കൻഡ്സ് എത്രത്തോളം ടൈം സെക്കൻഡ്സ് വേണം. ഇപ്പം -0.33 ആണ് ഇരിക്കുന്നത് അല്ലേ, 3 ആണ് ഇരിക്കുന്നത്. ഞാൻ
ജസ്റ്റ് ഒന്ന് അത് വളരെ സൂക്ഷിച്ച് ചെയ്യണേ. ഒരുപാട് വാല്യൂ ആയി കഴിഞ്ഞാൽ വൃത്തികേടായിപ്പോവും. ജസ്റ്റ് മൂവ് ചെയ്തിട്ട് 1 2 3 4 ഒന്നുമില്ല, 4 4 വരും, അത്രേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഈ ഒരു ഫീൽ നമുക്കിപ്പോൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻറ്റൻസിറ്റി അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, യു അടിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി കാണിക്കുവേ. കണ്ടോ? സ്റ്റാർട്ടിങ് ഇൻറ്റൻസിറ്റി. എന്നിട്ട് മുകളിൽ പോയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സ്വല്പം കൂടെ കുറയ്ക്കാം. അവസാനം എത്തുമ്പം പൂർണ്ണമായിട്ടും അത് നമുക്കങ്ങ് കുറയ്ക്കാം. കാരണം ലാസ്റ്റ് നമുക്ക് വേണ്ടല്ലോ. ഓക്കെ, കണ്ടോ? അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് വന്നുണ്ട്. ഓക്കെ, ഇനി ഞാനതിനെ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, ഈസി ഇൻ. ഓക്കെ, വേറെ എന്ത് അനിമേഷനും അതിൻ്റെ അകത്ത് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമേ തൽക്കാലത്തേക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് വേറൊരു സംഭവം കൂടെ കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ലിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാമേ. ഇവിടെ സെലക്ട് ചെയ്ത് ഫില്ലിൻ്റെ കളർ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫീൽ വരും. കിട്ടിയാ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ എക്കോ സ്ട്രോക്കിൽ ഫില്ലിലൊന്നും ചെയ്യില്ല. ഫില്ല് നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇപ്പം അനിമേഷൻസ് രണ്ടിനും കോമൺ ആയിട്ട് കിടക്കുകയല്ലേ, ഫില്ലും സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ മാറുന്നത്. ഇനി നമുക്കൊരു ബീജ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീജ് ഇടാം. റൈറ്റ് ക്ലിക്ക്, ന്യൂ സോളിഡ് കളർ. സോളിഡ് കളറിൽ ഞാൻ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഓക്കെ എടുത്തു. ഇതിനെ വലിച്ച് ഞാൻ താഴെ ഇട്ട്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സോളിഡ് ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. സോളിഡ് എങ്ങനെ എഡിറ്റ് ചെയ്യും? അതിൻ്റെ അകത്ത് ലെയറിൻ്റെ അകത്ത് സോളിഡ് സെറ്റിങ്സ് ഉണ്ട്. കണ്ടോ? അപ്പോൾ കുറച്ച് ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് കുറയ്ക്കാം. ഒരുമാതിരി ഡള്ളും ആവണ്ട, എന്നാൽ ഒരിതും ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ റാമ്പ് ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ റാമ്പ് ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, റാമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ഞാൻ ഇൻറ്റൻസിറ്റി കൂടിയൊരു ബ്ലൂവും അതുപോലെ വേറൊരു ബ്ലൂവും നമുക്ക് കൊടുക്കാം. കൂടിയൊരു ബ്ലൂവും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റാമ്പിൻ്റെ ഷാറ്ററും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. റാമ്പ് നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ റാമ്പിനെ വെക്കാം. റാമ്പ് സ്കാറ്റർ ചെയ്യണമെങ്കിൽ സ്കാറ്റർ ചെയ്യാം. ബ്ലെൻഡ് വിത്ത് ഒറിജിനലാണെങ്കിൽ ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് റാമ്പ് ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളെല്ലാം വീണ്ടും കൂട്ടാം. എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു റാമ്പ് വെച്ചതേ ഉള്ളൂ. മൂവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടെക്സ്ചർ കൊടുക്കാം. ഓക്കെ, ഫില്ലിൽ നമുക്കൊരു ടെക്സ്ചർ കൊടുക്കാം. ഫില്ലിൽ നമ്മൾ ടെക്സ്ചർ കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഫില്ലിലൊരു ടെക്സ്ചർ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു ടെക്സ്ചർ വലിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇതാണ് ടെക്സ്ചർ. കണ്ടോ? റൈറ്റ് ക്ലിക്ക്, ട്രാൻസ്ഫോം, ഫിറ്റ് ടു കോംബ്. ഓക്കെ, ഇതാണ് ഒരു ടെക്സ്ചറേ. ഈ ടെക്സ്ചർ ഞാൻ വലിച്ച് തൽക്കാലം താഴെ ഇടാം. ഇതിൻ്റെ മുകളിലും ഇടാം. ഇങ്ങനെ ഇടന്നോട്ടെ. ഓക്കെ, എനിക്ക് ഈ ഒരു ടെക്സ്ചർ ഇതിൽ അപ്ലൈ ആവണം. ഏതിൽ? ഫില്ലിൻ്റെ കൂടെ അപ്ലൈ ആവണം. അപ്പോൾ എന്ത് ചെയ്യും? ടെക്സ്ചറിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈം ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടൈം ഡിസ്പ്ലേസ്, വെറുതെ ടൈം എന്നടിക്കുക കേട്ടോ. ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് എവിടെ ഇട്ട് കൊടുക്കുക? ഫില്ലിൽ ഇട്ട് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ഫില്ലിൽ ഡ്രാഗ് ചെയ്തിട്ടിട്ട് നമുക്ക് അപ്പോൾ ഇപ്പോൾ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഏതിലാണ് കിടക്കുന്നത്? ഫില്ലിലാണ്. ഫില്ല് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ ടെക്സ്ചറിലൊന്ന് കോൾ ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ ആ ഒരു ടെക്സ്ചറിൻ്റെ കൂടെ അത് ലിങ്കായി വരും പ്ലേ ചെയ്യുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ ടെക്സ്ചറിൽ കൂടെ അത് സിങ്കായിട്ട് വരും. ഓക്കെ, എനിക്ക് ഈ ഒരു ടെക്സ്ചർ ഇവിടെ ഇടണ്ട കേട്ടോ. ടെക്സ്ചർ താഴെ ഇട്ടാൽ മതി. എവിടെ ഇട്ടാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. കണ്ടോ? ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. അല്ല, അതല്ല നമ്മൾ ഔട്ട്പുട്ട്.
മനസ്സിലായോ? ഞാനത് ടെക്സ്ചറിൽ ഇട്ടുന്നേ ഉള്ളൂ. ടെക്സ്ചറല്ല നമ്മൾ ഔട്ട്പുട്ട്, ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും നിങ്ങൾക്ക് ഇത് സ്ട്രോക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും യു അടിച്ചിട്ട് സ്റ്റാർട്ടിങ് ഇൻറ്റൻസിറ്റി ഇവിടെ തന്നെ ഇൻറ്റൻസിറ്റി അത്രയും വേണ്ട നമുക്ക്. അങ്ങനെയാണെങ്കിൽ അത് കുറയ്ക്കാം, ആ ഒരു ഫീൽ. അതേപോലെ ഡി കെ കുറച്ചാലും മതി, സ്വല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണ്? സ്ട്രോക്കിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു സംഭവം ഏതാണ്, ഗ്രേഡിയൻറ്റ് ഫില്ലിലുള്ള ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ സ്ട്രോക്കിലിട്ട് നോക്കാം. ഓക്കെ, സ്ട്രോക്കിലിട്ട് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും, ഉണ്ടോ? സ്ട്രോക്ക് ഇങ്ങനെ നടന്ന് ബ്ലെൻഡ് ആവും. ഏതാണ് അതായിരിക്കും ബ്ലെൻഡ് ആവുന്നത്. ഇതാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ കാണാനുള്ളൊരു ഫീല് വരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൽ കൊടുത്തു. രണ്ടിനും ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷെ കോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റാണ് കോൾ ചെയ്യണേ. കൺട്രോൾ സി കൺട്രോൾ വി. അപ്പോൾ ഇത് സ്ട്രോക്ക് അല്ലേ? രണ്ടിലും ടെക്സ്ചർ തന്നെയാണല്ലോ. ഫില്ലെടുക്കുക, ഫില്ലിൽ സെലക്ട് ചെയ്യുക. ഫില്ലിൻ്റെ അകത്ത് ഇങ്ങനെ വരും. എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. ടെക്സ്ചറിലും വർക്ക് ചെയ്യും, അതിലും വർക്ക് ചെയ്യും. ഫില്ലിൽ ഇടുമ്പോൾ നമുക്ക് ടെക്സ്ചർ തന്നെ കോൾ ചെയ്യാം. സ്ട്രോക്കിൽ ഇടുമ്പോഴും നമുക്ക് ടെക്സ്ചർ തന്നെ കോൾ ചെയ്യാം. കണ്ടോ? അപ്പോൾ രണ്ടും നമുക്ക് വർക്ക് ചെയ്യും. ഇതും പൊളിയുന്നുണ്ട്, അതും പൊളിയുന്നുണ്ട്. അപ്പോൾ രണ്ടിലിട്ട ഒരു സുഖമില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക്, ഫില്ലാണെങ്കിൽ ഫില്ല്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ ഇതിനങ്ങ് റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഫീൽ കിട്ടും. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ അകത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഗ്ലോ എടുത്താലും കുഴപ്പമില്ല. ചെറിയൊരു ഗ്ലോ എടുക്കുക. ഗ്ലോ ചെറുതായി ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുക സ്ട്രോക്കിൽ. അതാകുമ്പോൾ അത്രയും വൃത്തിയുടെ അറിയത്തില്ല. കണ്ട, ഗ്ലോയും കൂടെ വരുമ്പോഴേ ആ ഒരു ഫീൽ അറിയില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മൊത്തം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ഫുള്ള് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് പ്രീ കോംബ്. ഞാൻ ഓൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പ്രീ കോംബ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് BG ഒഴിവാക്കിക്കൊണ്ട് എടുക്കുക. റൈറ്റ് ക്ലിക്ക് പ്രീ കോംബ്. ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ടെക്സ്റ്റ്. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ ഒരു BG കിടക്കുന്നതാണ് പ്രശ്നം. 1 2. പക്ഷെ ഇത് രണ്ടും എടുത്താലും നോക്കാം. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യാം. 1 2 റൈറ്റ് ക്ലിക്ക് പ്രീ കോംബ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. കുഴപ്പമില്ല, താഴെ കിടക്കുന്നുണ്ടല്ലോ അത്. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കൺട്രോൾ D അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. FLIP ഫ്ലിപ്പ് ചെയ്തു. ഞാൻ താഴെ കൊണ്ട് വെച്ചു കൊടുത്തു. ഓക്കെ, ഒന്നുമില്ല, ഒരു ഷാഡോ എടുക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഷാഡോ എടുക്കുന്നു, ടെക്സ്റ്റ് എടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇത് വരച്ചു കൊടുക്കാം. ഏതാണ് നമ്മുടെ ഏതാണ് താഴെ ഷാഡോ? ഇതാണ് ഷാഡോ. അപ്പോൾ ഞാൻ താഴെ ഇടുന്നു. ഷാഡോ സെലക്ട് ചെയ്യുക. ഷാഡോ. ഓക്കെ, ഷാഡോയിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മാസ്ക് വരച്ചു കൊടുക്കാം. സെലക്ട് ചെയ്യുക, പെൻ ടൂൾ വെച്ചിട്ട് ഒരു മാസ്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഷാഡോയുടെ മാസ്ക് അടിക്കുക, മാസ്കിൽ കയറുക, ഷാഡോയുടെ മാസ്ക് ഓപ്പൺ ചെയ്യുക, മാസ്കിൻ്റെ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുക. മതിയല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രയും കാണണം നമുക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുൾ ക്വാളിറ്റി അല്ല ഇട്ടിരിക്കുന്നത്. ഫുൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഞാൻ ഓവർലൈൻ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യും. ഓക്കെ, ഉണ്ടോ? ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ട്വീക്കാണ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലുള്ള ട്വീക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ
അനിമേഷൻ കൂടെ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഷേപ്പ് മാത്രം എടുത്തു, ഒരെണ്ണം ഫില്ലും ഒരെണ്ണം സ്ട്രോക്കും ഫില്ലും തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, ഒരെണ്ണം അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഷേപ്പ് മാത്രം വരും. ഷേപ്പിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്പിൻ്റെ അകത്ത് നമുക്ക് അനിമേഷൻ ചെയ്യാം. അപ്പോൾ വി അടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജസ് മാത്രം കറക്റ്റായിട്ട് കിട്ടും. അതിനെ പിടിച്ച് മുകളിലോട്ട് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതി അനിമേറ്റ് ചെയ്യുക. ഇതിന് അനിമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്തിടുക. അപ്പം ഒരു അനിമേഷൻ ബേസിക്കായിട്ട് വരും. അതിനെ കോപ്പി ചെയ്തിട്ടിട്ട് അതിൻ്റെ ഫില്ല് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ സ്ട്രോക്ക് മാത്രമാവും. സ്ട്രോക്കിൻ്റെ അകത്ത് എക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം മുകളിലും താഴെയുള്ള എക്കോ അഡ്ജസ്റ്റ് ആവും. അതിനകത്ത് ഇൻറ്റൻസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കിട്ടും. പിന്നെ ഒരു സോളിഡ് കളർ ഇടുക. സോളിഡ് കളറിൻ്റെ അകത്ത് ഒരു റാമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടെക്സ്ചർ ഇട്ടിട്ട് ആ ടെക്സ്ചറിനെ പിടിച്ചിട്ട് നമ്മുടെ ബേസിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണ്? ഫില്ലിൽ കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മാസ്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു മാസ്ക് മീൻസ് ആ ഒരു ഷാഡോ എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് ഇതുപോലെ മാസ്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന് ഇൻവേർട്ട് കൊടുത്താൽ ഇൻവേർട്ട് ആവും കണ്ടോ. ഏതാണ്? ഫെദർ ആണെങ്കിൽ ഫെദർ മാസ്ക് ചെയ്യാം. സ്വല്പം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വല്പം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി കുറയ്ക്കണമെങ്കിലും ഇതാ ഇത്രയും കണ്ടാൽ മതി, അത്രയും കണ്ടാൽ മതി. നമ്മുടെ ചോയ്സ്, എന്താണോ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോക്കും ഫില്ലിനൊക്കെ നമുക്ക് കീസൊക്കെ കിടപ്പുണ്ട്. കീയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാം, ഇതിൻ്റെ തിരിക്കാം, കൺട്രോൾ സി അടിക്കാം, ഇവിടെ വയ്ക്കാം. ഇതൊക്കെ നമ്മുടെ ചോയ്സ്. എങ്ങനെ വേണമെങ്കിലും എന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. പിടികിട്ടിയാ? ഒരു ഗ്ലോയും കൂടെ കൊടുത്തേക്കട്ടെ ലാസ്റ്റ്, എന്നാലേ ആ ഒരു ഫീൽ വരുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബ്ലാക്കിലാണ്. നമുക്ക് ബ്ലാക്കിലാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫീലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബ്ലാക്കിലാണെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ബ്ലാക്കിൽ കണ്ടാലും കുഴപ്പമില്ല, അല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഔട്ട്പുട്ട് വേറെ ഏതെങ്കിലും കളറിലാണെങ്കിൽ ആ ഒരു കളറിൽ നമുക്ക് കാണാം.